കാറ്റത്തെ കിളിക്കൂടിലെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധീഷിനോട് പിണങ്ങി നിധി കിളിക്കൂട്ടിൽ നിന്നും ഹോസ്റ്റലിലേക്ക് താമസം മാറുന്നു. പിന്നീട് സുധീഷ് നിധിയെ കണ്ട് താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം സോറി പറയുന്നുണ്ട്. സുധീഷ് ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിച്ച് നിധി കിളിക്കൂട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. രാവിലെ തന്നെ സുധീഷ് ഒരു കിറ്റ് പച്ചക്കറികൾ കൊണ്ടുവന്ന് സുഭാഷിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. സുഭാഷിനോട് പറയുന്നുണ്ട്, ചേട്ടാ ഞാൻ ഇതെല്ലാം ചേട്ടന് വേണ്ടി വാങ്ങിച്ചതാണ്. എത്ര ദൂരം പോയിട്ടാണ് ഞാൻ ഇതെല്ലാം വാങ്ങിച്ചതെന്ന് അറിയാമോ? ഇത് കേട്ട് ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുന്ന നിധി സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, എന്താ സുധീഷൻ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ പച്ചക്കറികളെല്ലാം ചേട്ടൻ മാത്രമാണോ വെച്ച് കഴിക്കുന്നത്? അല്ലല്ലോ. പിന്നീട് ഇതെല്ലാം പാകം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് സുഭാഷ് ഏട്ടൻ പറയാറുണ്ടോ? ഇത് കേട്ട് സുധീഷ് കൈ കൂപ്പിക്കൊണ്ട് പറയുന്നുണ്ട്, സോറി മാഡം, സോറി. ഞാൻ നിങ്ങൾ തിരിച്ചു വന്നത് ഓർത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോയത്. ഇത് കേട്ട് സുഭാഷ് ഏട്ടനും നികേഷും ഹരീഷും ഒക്കെ ചിരിക്കുന്നുണ്ട്. ഇത് കണ്ട് സുധീഷ് പറയുന്നുണ്ട്, അല്ല എടാ നികേഷ്, ഇപ്പോൾ നിൻ്റെ പനിയെല്ലാം മാറിയോ? ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എടുത്ത് തിരിച്ചു വന്നല്ലോ. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, എന്നാലും നിനക്ക് നിധി പോയതിന് ശേഷം പനി വന്നത് അത് കുറച്ച് ഓവറല്ലേടാ? ഇത് കേട്ട് നിധി നികേഷിനോട് ചോദിക്കുന്നുണ്ട്, എടാ നികേഷേ, ഇപ്പോൾ നീ ഓക്കെ അല്ലേ? അതെ എടുത്തി, ഞാൻ ഓക്കെയാണ്. എനിക്ക് പുതിയൊരു എനർജി വന്നതുപോലെയാണ് തോന്നുന്നത്. നിധി, നീ ഇവിടെ നിന്നും പോയാലും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് സുധീഷ് പറയുമ്പോൾ ഇത് കേട്ട് ഹരീഷ് പുച്ഛത്തോടെ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് നികേഷിനോട് പറയുന്നുണ്ട്, എടാ നികേഷേ, കണ്ടോ നിൻ്റെ സുധീഷേട്ടൻ്റെ ആത്മവിശ്വാസം? ഇവൻ ഇത്ര ദിവസം ഇവിടെ കിടന്ന് കരയുമായിരുന്നു എന്ന് നമുക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. ഇവർ രണ്ടുപേരും സ്വകാര്യം പറയുന്നത് കേട്ട് നിധി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ രണ്ടുപേരും എന്നെ കളിയാക്കി ചിരിക്കുവാണോ? ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, ആഹാ, ഞാനും കുറച്ചു നേരമായി ശ്രദ്ധിക്കുന്നു. എൻ്റെ നിധിയെ നിങ്ങൾ കളിയാക്കുവാണോ? ആണോടാ? സുധീഷിൻ്റെ ഈ അഭിനയം കണ്ട് നിധി പറയുന്നുണ്ട്, നിർത്ത് മതി. ഞാനും അത് തന്നെയാണല്ലോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അല്ല, നീയല്ലേ പറഞ്ഞത് ഞാൻ തിരിച്ചു വരുമെന്ന് നിനക്കറിയാമായിരുന്നു എന്ന്? ഞാൻ തിരിച്ചു വരുമെന്ന് നിനക്കെങ്ങനെ അറിയാം? ഇത് കേട്ട് നികേഷ് പറയുന്നുണ്ട്, സുധീഷ് ഏട്ടാ, അവർ തിരിച്ചു വന്നതേ എനിക്ക് പനി ആയതുകൊണ്ട് മാത്രമാണ്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, അല്ലടാ, അതൊക്കെ ശരി തന്നെ. നിനക്ക് പനി വന്നില്ലായിരുന്നു എങ്കിലും നിധി തിരിച്ചു വരുമായിരുന്നു. എന്തൊക്കെ പ്രശ്നമുണ്ടായാലും അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി അവൾ അഴിച്ചു മാറ്റിയിട്ടില്ല. അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അവൾ തിരിച്ചു വരുമെന്ന്. പിണങ്ങിപ്പോകുന്നവർ ഉടൻ തന്നെ തൻ്റെ കഴുത്തിലെ താലി അഴിച്ചു മാറ്റത്തില്ലേ? പക്ഷേ ഇവളത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്കറിയാമായിരുന്നു ഇവൾ എപ്പോഴെങ്കിലും തിരിച്ചു വരുമെന്ന്. ഇത് കേട്ടതും നിധിയുടെ മുഖത്തിൻ്റെ ഭാവം മാറുന്നുണ്ട്. തൻ്റെ കഴുത്തിലെ താലി എടുത്തു പൊക്കി നോക്കുകയാണ് നിധി. എന്നാൽ നികേഷ് ഹരീഷിനോട് പറയുന്നുണ്ട്, ഹരീഷേട്ടാ, ഈ സുധീഷേട്ടൻ വീണ്ടും പ്രശ്നത്തിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെടാ, ഞാനും അത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാത്തതിനെക്കുറിച്ചൊക്കെ എന്തിനാ ഇവനെ പിരിന്ന് സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിധി? തൻ്റെ കഴുത്തിൽ താലിയുള്ളത് കൊണ്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നേക്കാമെന്ന് നീ ചിന്തിച്ചില്ലേ? അതുകൊണ്ടല്ലേ തിരിച്ചു വന്നത്? ഓഹോ, അങ്ങനെയാണോ എന്നിങ്ങനെ നിധി ചോദിക്കുകയാണ്. താൻ ആ താലി എന്തായാലും ഊരി മാറ്റിയില്ലല്ലോ, അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കേട്ട് നിധി തൻ്റെ കഴുത്തിലെ താലിയിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. സുധീഷിൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കുവാണ്. പെട്ടെന്ന് തന്നെ തൻ്റെ കഴുത്തിലെ താലി അങ്ങ് ഊരി മാറ്റുന്നുണ്ട് നിധി. നിധിയിൽ നിന്നും ഇങ്ങനെയൊരു പ്രവൃത്തി ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഞെട്ടിക്കൊണ്ട് നിധിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. നിധി പെട്ടെന്ന് ചെയറിൽ നിന്നും എഴുന്നേൽക്കുവാണ്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന താലി സുധീഷിന് നേരെ നീട്ടുന്നുണ്ട്. ഇത് കണ്ട് ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും അറിയാതെ സുധീഷ് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ താലിയുമായി നിധി സുധീഷിൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നു. സുധീഷിൻ്റെ നേരെ നീട്ടിക്കൊണ്ട് നിധി പറയുന്നുണ്ട്, ഈ താലി എന്തു പറഞ്ഞാലും നിങ്ങളുടെ വീട്ടിലേതല്ലേ? ഇത് കേട്ട് അമ്പരന്ന് സുധീഷ് എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കുന്നുണ്ട്. നിധി പെട്ടെന്ന് തന്നെ സുധീഷിൻ്റെ കൈവെള്ളയിലേക്ക് ആ താലി അങ്ങ് വെച്ചു കൊടുക്കുന്നുണ്ട്. എന്താ നിധി ഇത്? ഞാനൊരു തമാശ പറഞ്ഞതും ഉടനെ തന്നെ നീ ആ താലി ഊരി എൻ്റെ കയ്യിൽ തരുവാണോ? ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, അതെ, ഈ താലി എൻ്റെ കഴുത്തിൽ കിടന്നതുകൊണ്ടാണല്ലോ നീ ഇത്ര നേരം വാചകം അടിച്ചിരുന്നത്. നീ പറഞ്ഞ കാരണം കൊണ്ടല്ല ഇത്രയും നാളെ ഞാൻ ഈ താലി എൻ്റെ കഴുത്തിൽ വെച്ചുകൊണ്ട് നടന്നത്. ഞാനിതിനെ ഒരു താലിയായിട്ട് കണക്കാക്കിയിട്ടില്ല, ഒരു മാല, അത്രയുമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഞാനതിനെക്കുറിച്ച് കോൺഷ്യസ് അല്ലാത്തത് കൊണ്ടാണ് ഇത്രയും നാൾ കഴുത്തിലിട്ടുകൊണ്ട് നടന്നത്. ഇനി എനിക്കതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ തന്നെ കയ്യിൽ വെച്ചോ.
ഇത് കേട്ട് സുധീഷ് ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ നിൽക്കുന്നുണ്ട്. വീണ്ടും നിധി പറയുന്നുണ്ട്, ദേ സുധീഷേ, ഇത് സ്വർണമാണ്, അതുകൊണ്ട് അവിടെയും ഇവിടെയൊന്നും വെച്ച് വെക്കരുത്, ഇത് സൂക്ഷിച്ചോളണം. പെട്ടെന്ന് നിധി റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. ഇത് കണ്ട് സുഭാഷ് സുധീഷിനോട് പറയുന്നുണ്ട്, എടാ സുധീഷേ, നിനക്ക് മിണ്ടാതെ വായടച്ചിരിക്കാൻ കഴിയത്തില്ലേടാ. ഇത് കേട്ട് ഹരീഷ് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അത് തന്നെയാണ് ചേട്ടാ എനിക്കും ചോദിക്കാനുള്ളത്. അവരവരുടെ ഇഷ്ടത്തിന് ചുമ്മാ അവിടെ ഇരിക്കുകയായിരുന്നു. ഓരോന്നും പറഞ്ഞ് അവരെ ദേഷ്യം പിടിപ്പിച്ചിട്ട് ഇപ്പോൾ കണ്ടില്ലേ, താലിയും ഒരു കയ്യിൽ തന്നല്ലോ, ഇനി ഭദ്രമായി കൊണ്ടുവയ്ക്കത്. എടാ ഹരീഷേ, അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലടാ. അല്ല, ഇനി ഒരു പക്ഷേ അവൾ ഇതിൻ്റെ കയ്യിൽ തരുമ്പോൾ അവളുടെ മുഖം നീ ശ്രദ്ധിച്ചോ? അവൾ പറഞ്ഞത് നീ ശ്രദ്ധിച്ചോ? ഇത് എന്നോട് സൂക്ഷിച്ചു വയ്ക്കാനാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിന്നീട് അവൾ വന്നത് വാങ്ങിക്കോളാം എന്നല്ലേ അതിൻ്റെ അർത്ഥം? അങ്ങനെയല്ലടാ അവർ പറഞ്ഞത്. ദേ ഇത് സ്വർണമാണ്, കൊണ്ടുപോയി തൊലച്ച് കളയരുത്, വിറ്റ് കളയുകയും ചെയ്യരുത്, ഇത് സൂക്ഷിച്ചു വെച്ചോ, നിന്റെ അമ്മയുടേതാണിത് എന്നാണ് അവർ അർത്ഥമാക്കിയതെന്ന് ഹരീഷ് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ആർക്കും എന്നോട് ഒട്ടും സ്നേഹമില്ലെന്ന് മനസ്സിലായി. അവൾ താലി ഊരിയൻ്റെ കയ്യിൽ തരുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും അതിനെ തടുത്തോ? ഇല്ലല്ലോ. ഇത് കേട്ട് നികേഷ് പറയുന്നുണ്ട്, അത് ചേട്ടാ, ഞാൻ പെട്ടെന്ന് ഭയന്നു പോയി. ഉടനെ തന്നെ സന്തോഷത്തോടെ സുധീഷ് വിളിച്ച് പറയുന്നുണ്ട്, വാടാ വാടാ നികേഷേ, നീയെങ്കിലും എന്നെക്കുറിച്ച് ചിന്തിച്ചല്ലോ. അത് കേട്ട് നികേഷ് വീണ്ടും പറയുന്നുണ്ട്, അതുകൊണ്ടല്ല ചേട്ടാ, വീണ്ടും ദേഷ്യപ്പെട്ട് എടുത്ത് ഈ വീട് വിട്ടു പോകുമോ എന്നായിരുന്നു എൻ്റെ പേടി. നിനക്കെങ്കിലും എന്നോട് സ്നേഹമുണ്ടാകുമെന്ന് വിചാരിച്ചു നികേഷേ, നീ അതുമില്ലല്ലോ. എന്തിനു പറയുന്നു, ദാ നിൽക്കുന്നു എൻ്റെ ഒരു ചേട്ടൻ, നട്ടൻ മരം പോലെയല്ലേ നിൽക്കുന്നത്. ചേട്ടാ, നിങ്ങൾക്കെങ്കിലും അതിനെ എതിർക്കാമായിരുന്നില്ലേ? ഇത് കേട്ട് സുഭാഷ് പറയുന്നുണ്ട്, എടാ സുധീഷേ, ഞാൻ എന്ത് ചെയ്യാനാണ്? നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലല്ലോ. പിന്നീട് ഹരീഷ് പറയുന്നുണ്ട്, നീ നിൻ്റെ ഇഷ്ടത്തിന് ഓരോന്നും പറയുകയും ചെയ്യുകയും ചെയ്യുന്നു, എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതെല്ലാം ഞങ്ങളുടെ തലയിലേക്ക് വെക്കുകയാണോ നീ? എന്നാലും ഈ താലി എൻ്റെ കയ്യിൽ അവൾ തന്ന സമയത്ത് ഞാൻ എത്രത്തോളം വിഷമത്തിലാണ് നിൽക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഉടനെ തന്നെ ഹരീഷ് പറയുന്നുണ്ട്, അതിന് എല്ലാ പ്രശ്നവും നീ തന്നെയല്ലേ ഉണ്ടാക്കിയത്. വായടച്ച് മിണ്ടാതിരിക്കണമായിരുന്നു, എങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്തായാലും നിങ്ങൾ ആരും തന്നെ എനിക്ക് വേണ്ടി അവളുടെ അടുത്ത് പോയി സംസാരിക്കണ്ട. എന്നെങ്കിലും ഒരിക്കൽ എത്രയും പെട്ടെന്ന് ഈ താലി എൻ്റെ കഴുത്തിൽ കെട്ട് എന്ന് പറഞ്ഞ് അവൾ എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു ദിവസം വരും എന്നും പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് സുധീഷ് അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ താലി സ്വയം കഴുത്തിൽ അണിയുന്നുണ്ട് സുധീഷ്. പിന്നീട് നേരെ പോകുന്നത് ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലേക്കാണ്. കുറച്ച് സമയം കഴിഞ്ഞതും ഹരീഷ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. സുധീഷിൻ്റെ മനസ്സിലേക്കാണെങ്കിൽ നിധി പറയുന്ന ഓരോ വാക്കുകളും സൂചിമുന പോലെ മനസ്സിലങ്ങനെ തറച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും അത് ഓർമ്മയിലേക്ക് വരുന്ന സമയത്ത് സുധീഷിനാകെ ഡിസ്റ്റർബ് ആവുകയാണ്. അത് കണ്ട് ടിറ്റോ ചോദിക്കുന്നുണ്ട്, എന്താ സുധീഷ് ഏട്ടാ, എന്താ പ്രശ്നം, എന്താ ആകെ ടെൻഷനായിട്ടിരിക്കുന്നത്? ആരാണെന്ന് ടിറ്റോ ചോദിക്കുന്നുണ്ട്. ആരാണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ ഭാര്യ തന്നെ. ഓ, അതിനാണോ ഇത്രയ്ക്ക് ടെൻഷൻ അടിച്ചിരിക്കുന്നത്? ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, എന്താടാ നീ ഇത്ര നിസ്സാരമായിട്ട് പറയുന്നത്? എടാ, ഞാൻ കെട്ടിയ താലിയാണ് അവൾ ഊരി എൻ്റെ കയ്യിൽ തന്നത്. ഭർത്താവായ എൻ്റെ മനസ്സ് അപ്പോൾ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവുമെന്ന് നീ ചിന്തിച്ചോ? എന്നിട്ട് നേരെ ഹരീഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല, എന്താ സുധീഷ് ചേട്ടന് സംഭവിച്ചത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേട്ടാ എന്ന് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എടാ നീ മിണ്ടാതിരിക്കെ, കുറച്ചു നേരം ഇങ്ങനെ കിടന്ന് പുലമ്പും, അതിനുശേഷം നിർത്തിക്കോളും, നീ ശ്രദ്ധിക്കണ്ട, നീ നിൻ്റെ പണി നോക്ക്. നിധി കഴുത്തിൽ നിന്നും താലി ഊരി സുധീഷിൻ്റെ കയ്യിൽ കൊടുക്കുന്ന സീനാണ് എപ്പോഴും നമ്മുടെ സുധീഷിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നത്. അതേക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്തേക്കാണ് അങ്ങോട്ടേക്ക് നീതു വരുന്നത്. സുധീഷിനെ കണ്ടതും നീതുവിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഹരീഷിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല, നിന്റെ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനതറിഞ്ഞില്ല. നീതുവിൻ്റെ സംസാരം കേട്ട് സുധീഷ് ഒന്ന് നോക്കുന്നുണ്ട്, എന്നിട്ട് തിരിഞ്ഞു കിടക്കുവാണ്. ഇത് കണ്ട് നീതു ഹരീഷിനോട് ചോദിക്കുന്നുണ്ട്, അല്ല, ഇത് വളരെ അത്ഭുതമായിരിക്കുന്നല്ലോ. എന്നെ കണ്ടതും നിന്റെ ചേട്ടൻ എന്നെ ഇവിടെ നിന്നും ഓടിക്കുന്നതാണ്, പക്ഷേ ഇപ്പോൾ മിണ്ടാതെ കിടക്കുന്നുണ്ട്, എന്ത് പറ്റി? ഇത് കേട്ട് ടിറ്റോ പറയുന്നുണ്ട്, അത് അവർ വലിയ വിഷമത്തിലാണ് കിടക്കുന്നത്. നീതു വളരെ സന്തോഷത്തോടു കൂടി ഹരീഷിൻ്റെ അടുത്ത് തന്നെ ചെന്നിരിക്കുകയാണ്. എന്നാൽ ഹരീഷ് കുറച്ചങ്ങ് നീങ്ങിയിരിക്കുന്നുണ്ട്. ഇത് കണ്ട് നീതു വീണ്ടും ഹരീഷിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരിക്കുകയാണ്. പതിയെ ഹരീഷിൻ്റെ കയ്യിലൊരു നുള്ളു കൊടുക്കുന്നുണ്ട്. ഉടനെ തന്നെ കൈ പിൻവലിച്ചുകൊണ്ട് ഹരീഷ് ചോദിക്കുന്നുണ്ട്, എന്താ നീതു, നീ
തല്ലുകൂടാൻ വേണ്ടി തന്നെ വന്നിരിക്കുകയാണോ? ഏയ് അല്ല, ഞാൻ ഇത്തവണ അതിന് വേണ്ടി വന്നതല്ല. എന്താന്ന് വെച്ചാൽ ഇവിടെ പെൺപിള്ളേരൊന്നും ഇല്ലല്ലോ. ഇത് കേട്ട് ടിറ്റോ ചോദിക്കുന്നുണ്ട്, അല്ല നീതു, നീ അന്ന് എന്തിനാണ് പിണങ്ങിയത്? അന്നിവിടെ വന്നത് ഞങ്ങളുടെ ഒരു കസ്റ്റമറാണ്. അത് ഒരു കോളേജ് പ്രൊഫസറായിരുന്നു. അതറിയാതെ നീ ഇങ്ങനെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ പാടുണ്ടായിരുന്നോ? അതെല്ലാം എന്നോട് ഹരീഷ് പറഞ്ഞു. പക്ഷേ ഞാനന്ന് പോസസീവായി ചിന്തിച്ചു. അതുകൊണ്ടാ അത്രയും പ്രശ്നം ഉണ്ടായത്. ഇത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, ഇനി ഒരു തവണ കൂടി ഇങ്ങനെ ഉണ്ടായാൽ എനിക്ക് ദേഷ്യം വരും. ഞാൻ എന്താ ചെയ്യാന്ന് തന്നെ എനിക്കറിയില്ല. ഗേൾസ് പൊസസീവായെന്ന് പറയുമ്പോൾ നീ എന്ത് ചിന്തിക്കണം? നിന്നെ ആർക്കും വിട്ടുകൊടുക്കാൻ അവൾക്ക് ഇഷ്ടമില്ല എന്നാണ് ചിന്തിക്കേണ്ടത്. എന്നാലും നീതു, ഈ ഹരീഷിനെയൊക്കെ നീ ഇമാതിരി വിഷയത്തിൽ സംശയിച്ചാലോ? ഒരിക്കലും അങ്ങനെ സംശയിക്കാൻ പാടില്ലായിരുന്നു. ഇത് കേട്ട് നീതു പറയുന്നുണ്ട്, അത് അങ്ങനെയല്ലടാ. വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരെ നമ്മൾ അത്ര ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെ ഗൗരവമായിട്ടിരിക്കുന്ന ആൾക്കാരെ ഉണ്ടല്ലോ, അവരെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇത് കേട്ട് സന്തോഷത്തോടെ സുധീഷ് കിടക്കുന്ന സ്ഥലത്തു നിന്നും പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റിട്ട് നീതുവിനോട് പറയുന്നുണ്ട്, നിനക്ക് പോലും എന്നെക്കുറിച്ച് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അവൾക്കതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇത് കേട്ട് നീതു ടിറ്റോയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇവരിത് ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? അത് അവരുടെ ഭാര്യ താലി ഊരി കയ്യിൽ കൊടുത്തെന്ന്. ഇത് കേട്ട് നീതു ചോദിക്കുന്നുണ്ട്, അതെന്ത് പറ്റി? നിങ്ങൾ പിണക്കത്തിലാണോ? ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, ആ അതെ. ആഹാ, അല്ല പിണങ്ങിപ്പോയി ഭാര്യ തിരിച്ചു വന്നു എന്നാണല്ലോ നാട്ടുകാരെല്ലാം പറയുന്നത്. ഇത് കേട്ട് ഹരീഷ് നീതുവിനോട് പറയുന്നുണ്ട്, ഓഹോ, എങ്ങനെയെങ്കിലും ഞങ്ങളുടെ വീട്ടുകാരെയൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടല്ലേ? ഒന്ന് മിണ്ടാതിരിക്കുക ഹരീഷേ. ചേട്ടൻ കാര്യം പറയട്ടെ. ചേട്ടാ, നിങ്ങൾ കാര്യം പറ, എന്താ പ്രശ്നം? നീ പറഞ്ഞതൊക്കെ ശരി തന്നെ. അവൾ തിരിച്ചു വന്നു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ അതിനിടയിൽ ആ താലി ഊരി എൻ്റെ കയ്യിലങ്ങ് തന്നു. ഇതിനാണോ ഇത്രയ്ക്ക് വിഷമിച്ചിരിക്കുന്നത്? ആഹാ, നിനക്കിങ്ങനെ പറയാം. അതെ, അവൾ ഊരി തന്നത് താലിയാണ്. ഞാൻ എത്ര ആഗ്രഹിച്ച് അവളുടെ കഴുത്തിൽ കെട്ടിയ സാധനമാണതെന്ന് അറിയാമോ? അത് ഊരി എൻ്റെ കയ്യിൽ തരുമ്പോൾ അതിനർത്ഥം എന്താ? എന്നെ വേണ്ട എന്ന് പറയുന്നത് പോലെയല്ലേ? വഴക്കടിക്കുന്നതിനിടയിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും ചേട്ടാ എന്ന് നീതു പറയുമ്പോൾ, അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നോ? എനിക്കത് സഹിക്കാൻ കഴിയില്ല. എന്താന്ന് വെച്ചാൽ ആ താലിയില്ലാതെ അവളുടെ മുഖത്തേക്ക് നിൽക്കുമ്പോൾ എന്തോ പോലെയുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു എന്നതിനുള്ള ഒരു അടയാളം ഈ താലി മാത്രമാണ്. താലി എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ഇപ്പോൾ ആരും താലിമാല കഴുത്തിലിടാറില്ല. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണോ? താലിമാല ഇപ്പോൾ ആരും കഴുത്തിലിടാറില്ല? അപ്പോൾ താലിക്ക് അത്രയ്ക്ക് പ്രാധാന്യമേ ഉള്ളൂ? അതെ ചേട്ടാ. അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്താ ഇത്രയ്ക്ക് വലിയ പ്രശ്നം? അതൊന്നും നിന്നോട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഓ അങ്ങനെയാണോ? എന്നാലും നിങ്ങൾക്കിടയിലെ പിണക്കം മാറി നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാനുള്ള ഒരു സൂത്രം പറഞ്ഞു തരട്ടെ. അങ്ങനെ ഒരു സൂത്രമുണ്ടോ? എങ്കിൽ പറ. ഇത് കേട്ട് നീതു പറയുന്നുണ്ട്, ഇനി ഞാൻ ഈ കടയിലേക്ക് വരുമ്പോൾ എന്നോട് ദേഷ്യപ്പെടാൻ പാടില്ല, എന്നെ അപമാനിക്കുകയും ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് നല്ല സ്ട്രോങ് ആയിരിക്കും. എന്താ അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ? ഛീ പൊടി. ഇത് പറയാനാണോ നീ ഇത്രയും ബിൽഡപ്പ് എടുത്തത്? ഞാൻ വിചാരിച്ചു നീ എന്തോ വലിയ കാര്യം പറയാൻ പോവാണെന്ന്. ഇതല്ലേ നിന്റെ സ്വഭാവം? ഇങ്ങനെയാണെങ്കിൽ അവൾ താലി ഊരി നിന്റെ കയ്യിലല്ലേ തന്നുള്ളൂ. ഇനി ഒരിക്കൽ അതൂരി നിന്റെ മുഖത്തെറിയും. എന്താടി നീ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് സുധീഷും നീതുവും കൂടി നല്ല വഴക്കായി. സുധീഷ് പറയുന്നതിൻ്റെ ഇരട്ടി നീതുവും പറയുന്നുണ്ട്. ഇത് കേട്ട് ഹരീഷ് ആകെ വിഷമിച്ചിരിക്കുകയാണ്. രണ്ടുപേരോട് നിർത്താൻ പറഞ്ഞിട്ട് ആരും നിർത്തുന്നില്ല. പെട്ടെന്ന് നിന്നങ്ങ് ദേഷ്യത്തോടെ ഹരീഷ് പറയുന്നുണ്ട്, നിർത്തുന്നുണ്ടോ? നിങ്ങൾ രണ്ടുപേരും ഏത് നേരം കണ്ടാലും വഴക്കാണല്ലോ. ഇതിന് സമാധാനം പറഞ്ഞു ഞാൻ തോറ്റു, എനിക്കിനി വയ്യ. ഇത് കേട്ട് നീതു പറയുന്നുണ്ട്, നാ വാ ഹരീഷേ, നമുക്ക് പോയിട്ട് കാപ്പി കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷിൻ്റെ കൈ പിടിച്ചുകൊണ്ട് കാപ്പി കുടിക്കാനായിട്ട് നീതു പോകുന്നുണ്ട്. സിദ്ധാർത്ഥ് കോൺഫറൻസ് ഹാളിലേക്ക് തൻ്റെ സ്റ്റാഫുകളോടെല്ലാം വരാൻ പറയുന്നു. അവരോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് കോൺഫറൻസ് ഹാളിലേക്ക് വരാൻ പറഞ്ഞത് എന്ന്. വേറൊന്നിനുമല്ല, നിങ്ങളെല്ലാവരെയും അപ്രിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വരാൻ പറഞ്ഞത്. ഇതുവരെ നമുക്ക് കിട്ടിയ പ്രൊജക്റ്റുകളെല്ലാം നമ്മൾ നല്ല സക്സസ്ഫുള്ളായി തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിന് കാരണം നിങ്ങളുടെ എല്ലാവരുടെയും ഡെഡിക്കേഷനും ഹാർഡ് വർക്കുമാണ് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് സിദ്ധാർത്ഥ് ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. നിള, താൻ ചെയ്ത വർക്ക് ഞാൻ കണ്ടു, നന്നായിട്ടുണ്ട്. താൻ തനിയെ ഒരു വർക്കും ഏറ്റെടുത്ത് ചെയ്തിട്ടില്ലല്ലോ. എന്തായാലും ഒരു വർക്ക് വന്നിട്ടുണ്ട്, താൻ അത് ചെയ്തു നോക്ക്. ഇത് കേട്ട് നിധിക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. താങ്ക് യു സാർ എന്ന് പറയുന്നു.
ഓക്കെ, നിങ്ങളോട് എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അടുത്ത നമ്മുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഹെറിറ്റേജ് ഹൗസിനെ കുറിച്ച് ഒരു റിസർച്ച് പ്രൊജക്റ്റാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഈ സിറ്റിയിലെ പഴയ വീടുകളെല്ലാം കണ്ടുപിടിച്ച് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി, സ്ട്രക്ചർ ഇതെല്ലാം മനസ്സിലാക്കി ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അറിവിൽ ഇങ്ങനെ ഒരു വീടുണ്ടെങ്കിൽ എന്നോടത് പറയാം, ആർക്ക് വേണമെങ്കിലും പറയാം. ഇത് കേട്ട് എല്ലാവരും ഒന്ന് ചിന്തിക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് വീണ്ടും പറയുന്നുണ്ട്, ഇത് നമ്മുടെ കമ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രൊജക്റ്റാണ്, നിങ്ങളെല്ലാവരും സഹകരിക്കണം. പെട്ടെന്ന് നിധിക്ക് കിളിക്കൂടിനെ കുറിച്ച് ഓർമ്മ വരുന്നു. സിദ്ധാർത്ഥ്, എൻ്റെ അറിവിലൊരു വീടുണ്ട്. ഞാനിപ്പോൾ താമസിക്കുന്ന വീട് 100 വർഷം പഴക്കമുള്ള വീടാണ്. ഇത് കേട്ട് സിദ്ധാർത്ഥ് വളരെ ഇൻട്രസ്റ്റോട് കൂടി ചോദിക്കുന്നുണ്ട്, ആണോ നിധി? 100 വർഷം പഴക്കമുള്ള വീടാണോ? നമുക്ക് പോയിട്ട് കാണാൻ പറ്റുമോ? ആ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം. വളരെ 100 വർഷം പഴക്കമുള്ള വീട് തന്നെയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ അവിടെ ഫർണിച്ചറുകളോ ഒന്നും തന്നെ ഇല്ല. വളരെ പഴക്കം ചെന്ന വീടാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഡിസൈൻ ക്വാളിറ്റി, ബിൽ ക്വാളിറ്റി ഇതിനെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യാൻ പറ്റിയ വീട് തന്നെയാണ്. അങ്ങനെ ഓരോ സ്റ്റാഫും തങ്ങളുടെ അറിവിലുള്ള പഴക്കമേറിയ വീടുകളെപ്പറ്റി സിദ്ധാർത്ഥിനോട് പറയുന്നുണ്ട്. അങ്ങനെ അവരതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അവിടെയെല്ലാം നമുക്കൊരു ദിവസം പോവാമെന്നും സിദ്ധാർത്ഥ് പറയുന്നുണ്ട്. സുധീഷ് കാറിൻ്റെ ഓണർ തോമസ് ഏട്ടൻ്റെ അടുത്തേക്ക് വരുന്നു. സുധീഷ് ഇങ്ങനെ സങ്കടപ്പെട്ട് താടിക്ക് കൈ കൊടുത്തിരിക്കുന്നത് കണ്ട് തോമസ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താടാ സുധീഷേ കപ്പൽ മറിഞ്ഞതുപോലെ ഇരിക്കുന്നത്? ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, കപ്പലല്ല, എൻ്റെ ജീവിതം തന്നെ തല കീഴായി മറിഞ്ഞിട്ടാണ് ഈ കിടക്കുന്നത്. പറയടാ, നിന്നെപ്പറ്റി എനിക്കറിയാവുന്നതല്ലേ, എന്താ പ്രശ്നം? അതൊന്നും പറയേണ്ടതില്ല തോമസ് ഏട്ടാ. അല്ല തോമസ് ഏട്ടാ, നമ്മുടെ ജീവിതത്തിൽ ഈ താലിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഇത് കേട്ട് തോമസ് ഏട്ടൻ പറയുന്നുണ്ട്, എടാ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് ഈ താലിക്ക്. ഈ താലിയില്ലാതെ കല്യാണമേ കഴിക്കാൻ പറ്റത്തില്ല. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, ഈ താലിക്ക് പെൺകുട്ടികളുടെ മനസ്സിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് കേട്ട് തോമസ് ഏട്ടൻ പറയുന്നുണ്ട്, പിന്നെ എനിക്കറിയാലോ, എൻ്റെ അമ്മയുണ്ടല്ലോ എന്നും എഴുന്നേൽക്കുന്നത് താലി തൊട്ട് വണങ്ങിയിട്ടാണ്. ഒരു ദിവസം എൻ്റെ അമ്മയുടെ താലിയുടെ ഒരു കഷ്ണം അങ്ങ് പോന്നു. അതിനുശേഷം എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു. ഇതെല്ലാം ഞാനും ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്നിട്ടും അവൾ താലി ഒരു കയ്യിൽ തന്നു. ഇത് കേട്ട് തോമസ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, ആരുടെ കാര്യമാടാ നീ പറയുന്നത്? എന്താ നിൻ്റെ ഭാര്യ താലി ഉരി നിൻ്റെ കയ്യിൽ തന്നോ? ആ ചേട്ടാ, അവളങ്ങനെ ചെയ്തു. നിന്റെ ഭാര്യയല്ലടാ, പിണങ്ങിപ്പോയി എന്ന് പറഞ്ഞു. എന്നിട്ട് തിരിച്ചു വന്നു പറഞ്ഞു. എന്നിട്ടും വീണ്ടും പ്രശ്നങ്ങളാണോ എന്ന് തോമസ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, അവൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ സന്തോഷിച്ചു. പക്ഷേ താലി ഊരി കയ്യിൽ തന്നപ്പോൾ വിഷമിക്കണോ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയണില്ല. ഞാനും അവളുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് ഈ താലിയെ സംബന്ധിച്ചാണ്. പക്ഷേ പെട്ടെന്നതങ്ങ് ഊരി കയ്യിൽ തന്നപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയുന്നില്ല. ഇത് കേട്ട് തോമസ് ഏട്ടൻ പൊട്ടി ചിരിക്കുന്നുണ്ട്. എന്തിനാ നിങ്ങളിങ്ങനെ ചിരിക്കണേ എന്ന് ചോദിക്കുകയാണ്. എന്താടാ ഞാൻ ചിരിക്കാതെ ചെയ്യുന്നത്? ഇതിനാണോ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? ഞാനും എൻ്റെ ഭാര്യയും വഴക്കടിക്കുന്ന സമയത്ത് ആദ്യം അവൾ എന്താ ചെയ്യാന്നറിയോ? ഈ താലി ഊരി എൻ്റെ മുഖത്തേക്ക് എറിയും. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, ഇപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ അമ്മ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ, എന്നിട്ട് എന്താ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്? എടാ, അത് എൻ്റെ അമ്മയുടെ കാലത്തുള്ള സ്ത്രീകളെല്ലാം അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. എൻ്റെ ഭാര്യ ഏത് നേരവും വഴക്കടിക്കുമ്പോൾ എൻ്റെ മുഖത്തേക്ക് താലി ഊരി എറിയുന്നത് കാരണം ആ താലി ഇപ്പോൾ ഞാൻ എൻ്റെ കഴുത്തിലിട്ടിരിക്കുകയാണ്. എന്തായാലും നിനക്ക് ഞാനത് ബോധ്യപ്പെടുത്തി തരാം എന്ന് പറഞ്ഞുകൊണ്ട് തോമസ് ഏട്ടൻ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളായ സ്റ്റാഫുകളെയൊക്കെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവരോടൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കഴുത്തിൽ താലി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് ഒരാൾ പറയുന്നുണ്ട്, ഞാൻ താലി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇടും. വീട്ടിലെത്തിയവൾ ഉടനെ തന്നെ അത് ഊരി വെക്കും. ഒരാൾ പറയുന്നുണ്ട്, ഇല്ല, ഞങ്ങളതങ്ങനെ ഇടാറില്ല, ഞങ്ങൾ മോഡേൺ ഡ്രസ്സല്ലേ ധരിക്കുന്നത്, അതുകൊണ്ട് താലി അത്രയ്ക്ക് മാച്ചാവില്ല. ഇതൊക്കെ കേട്ട് സുധീഷിന് സമാധാനമാവുകയാണ്. സുധീഷ് പറയുന്നുണ്ട്, ഓഹോ, അപ്പോൾ ഈ താലിക്ക് അത്രേ പ്രാധാന്യമുള്ളൂ. ഞാൻ എത്രത്തോളം വിഷമിച്ചു എന്നറിയാമോ നിധി ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് ആലോചിച്ച്. നിധി ജോലി കഴിഞ്ഞ് വരുന്ന വഴിയിൽ സുധീഷ് നിധിയെ കാത്തു നിൽക്കുകയാണ്. നിധി വരുന്നത് കണ്ട് സുധീഷ് അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ സുധീഷിനെ കാണാത്തതുപോലെ നിധി മുന്നോട്ട് നടന്നു പോകുന്നുണ്ട്. എന്താ ഇത്, നിധി എന്നെ കണ്ടിട്ടും കാണാത്തതുപോലെ പോവാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് പിറകെ ചെന്ന് തൻ്റെ കയ്യിലുള്ള കാറിൻ്റെ കീ അങ്ങ് നിധിയുടെ മുന്നിലേക്ക് ഇടുകയാണ്. എന്നിട്ട് അതെടുക്കുന്നത് പോലെ താഴേക്ക് കുനിയുന്നുണ്ട്. ഇത് കണ്ട് നിധി അവിടെ നിൽക്കുന്നുണ്ട്.
നിധിയോട് ചോദിക്കുകയാണ്, ആ നീയായിരുന്നോ? അല്ല നിന്നെ ഞാൻ കണ്ടില്ല കേട്ടോ. ഓ, നിൻ്റെ ഓഫീസ് ഇവിടെയാണല്ലോ അല്ലേ? അപ്പോൾ ഓഫീസ് വിട്ട് നീ വരുവാണോ? അല്ല സമയം ഓഫീസ് വിടാനുള്ളതൊക്കെ ആയോ? എന്താ എത്ര പെട്ടെന്നല്ലേ സമയം പോകുന്നത്. എന്തായാലും ഇനി നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം. എന്നാൽ ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, വല്ലാതെ അങ്ങ് അഭിനയിക്കല്ലേ. അഭിനയിക്കാനോ? ഞാനോ? ഞാൻ ജേനുവിനാണ്, ഞാൻ അങ്ങനെ അഭിനയിക്കാറില്ല. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. വീട്ടിൽ വെച്ച് സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. വേറെ എവിടെയെങ്കിലും വെച്ച് നിന്നെ കണ്ട് സംസാരിക്കണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുകയായിരുന്നു. നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിച്ചാലോ? ഇത് കേട്ട് സുധീഷിന് വളരെ സന്തോഷമാവാണ്. നിധി സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ ലോകം തന്നെ കീഴടക്കുന്നത് പോലെയാണ് നമ്മുടെ സുധീഷിന് തോന്നുന്നത്. അതിനെന്താ, നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് സംസാരിക്കാം, നമുക്ക് പോവാം എന്ന് പറയുകയാണ് ഇൻട്രസ്റ്റോടെ സുധീഷ്.